ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കുള്ള ഗണപതി ഭഗവാന്റെ സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കാർഡ്സിൽ ഏതാണ് പിക്ചർ വൈസ് ചൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കാർഡ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ നമ്പർ 1 ആണ് ഈ ഒരു പിക്ചർ, അതായത് പാർവതി ദേവിയുടെ മടിയിലിരിക്കുന്ന ഗണപതി ഭഗവാനെയാണ് നിങ്ങൾക്ക്, ഈ ഒരു ചിത്രമാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചതെങ്കിൽ നിങ്ങൾ നമ്പർ 1. അതേപോലെ വളരെ നല്ലൊരു റിലാക്സ്ഡ് മോഡിലിരിക്കുന്ന, അല്ലെങ്കിൽ ആസ്വാദനം അല്ലെങ്കിൽ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഗണപതി ഭഗവാനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമ്പർ 2. അതേപോലെ തന്നെ ഒരു യാത്ര, അതായത് ഒരു ആത്മീയ യാത്രയ്ക്കായിട്ട് പുറപ്പെടുന്ന ഗണപതി ഭഗവാനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇനി നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്ന ഇന്ന് വരെ നിങ്ങൾ കാര്യങ്ങളെ അവലോകനം ചെയ്തിട്ടുള്ള രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അഥവാ നിങ്ങളുടെ ചിന്തകൾ എന്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം പലപ്പോഴും നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴും മനസമാധാനം നിലനിർത്താൻ, പണ്ടുള്ള ആളുകൾ പറയും 2 കൈയും കൊട്ടിയാലാണ് ശബ്ദം ഉണ്ടാവുക, അതുകൊണ്ട് മിണ്ടാതിരിക്കുക. അത് പലപ്പോഴും സ്ത്രീകളായിരിക്കണം മിണ്ടാതിരിക്കേണ്ടത്, കാരണം പുരുഷന്മാർക്ക് ഒച്ചയിടാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു രീതിയിലായിരിക്കും പലപ്പോഴും പഴയ കാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾ, വായിൽ വന്നിട്ടുള്ള വാക്കുകൾ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുക, നിങ്ങൾ തുറന്നു പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങളെ കൊച്ചിലെ തുടങ്ങി ഇതൊക്കെയായിരിക്കും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ആരോടാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണോ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും. നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഇവിടെ ഇനി ആ വ്യക്തി അങ്ങനെ അല്ല എങ്കിൽ കൂടി ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ഉറപ്പില്ല, ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എവിടെയാണ് അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എങ്കിൽ കൂടിയും ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ചിന്തകൾ മാറ്റാതിരിക്കുക. ആർഗ്യൂ ചെയ്യുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ആർഗ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഷൗട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഒരു വ്യക്തി നിങ്ങളെങ്ങനെയാണ് ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന ആ വ്യക്തിയോട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കാതിരിക്കുക, നിങ്ങൾ കെയർ എടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് എങ്ങനെയാണോ ഒരു അമ്മ സ്വന്തം കുട്ടിയെ സ്വന്തം ജീവൻ നൽകി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നോക്കുന്നത്, നർച്ചർ ചെയ്യുന്നത്, കെയർ ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സോൾ ഉണ്ട്, യുവർ ഇന്നർ വേൾഡ്. നിങ്ങളുടെ ആ സോള് നിങ്ങൾ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പലരും ചിന്തിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ സന്തോഷിപ്പിക്കുന്നു, മറ്റുള്ളവരെ വ്രണപ്പെടുത്താതെ നോക്കുന്നു. പക്ഷേ മറ്റുള്ളവരെ വ്രണപ്പെടുത്താതെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സോളിനെ വ്രണപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കാര്യങ്ങൾ ട്രൈ ചെയ്യുക, കൺവേ യുവർ തോട്ട്സ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. അതായത് മറ്റു വ്യക്തിക്ക്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുക. കാരണം നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു പ്രായമായിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തിക്ക് അത് നിങ്ങളിപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അത്രയും ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ടെക്നിക്കലായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ വ്യക്തി ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് കാര്യങ്ങൾ ആ വ്യക്തിയിലേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഒന്ന് ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കളർ ബ്ലൂ ആണ്,
ബ്ലൂ കളർ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ത്രോട്ട് ചക്ര ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടിയിട്ട് പറയുന്നു. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കാർഡ് നമ്പർ 2. സോ കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വയം നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരോടൊക്കെ ഒത്തിരി സംസാരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഈവൻ ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരിക്കാം, ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളെ എല്ലാവരും ആരാധിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഉള്ളു പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ ഉൾപ്പെടെ. കാരണം ഇവിടുത്തെ ഒരു സന്ദർഭം പറയുകയാണെങ്കിൽ, ടേക്ക് എ മൂമെന്റ് ടു ലുക്ക്. നിങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? നിങ്ങൾ മറ്റുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഒരു വലിയ കമ്പനിയുടെ CEO, മാനേജിംഗ് ഡയറക്ടർ പൊസിഷനിലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടർ, എഞ്ചിനീയർ, സയന്റിസ്റ്റ് ആരെങ്കിലും ആവാം. അതേസമയം അല്ലെങ്കിൽ നിങ്ങൾ ശാരീരികമായിട്ട് ജോലി ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഹെവി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തിരി വലിയ വലിയ അഡ്വൈസസ് കൊടുത്ത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കൂടി ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ പല സാഹചര്യങ്ങളിലും സിറ്റുവേഷനിൽ നിന്ന് ഒളിച്ചോടുകയാണോ ചെയ്യുന്നത്? ഒളിച്ചോടി കഴിഞ്ഞാൽ എല്ലാം മാറും. അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പലപ്പോഴും സിറ്റുവേഷനിൽ നിന്ന് മാറിക്കളയും. അപ്പോൾ സിറ്റുവേഷൻ കുറച്ച് നാളത്തേക്ക് ആ സിറ്റുവേഷനിലേക്ക് എത്തി നോക്കണ്ട. പക്ഷെ എന്നു വെച്ച് അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവില്ല. അത് വീണ്ടും തിരിച്ചു വരും. കാരണം ഒരു കള പറിച്ചു കളയുമ്പോൾ അത് വേരോട് പിഴുത് കളഞ്ഞാൽ മാത്രമാണ് അത് പൂർണ്ണമായിട്ടും നശിക്കൂ. എന്ത് കാര്യമാണെങ്കിലും പൂർണ്ണമായിട്ടും അത് ആ ഒരു ചിന്തകൾ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നിങ്ങളുടെ ചിന്തകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് പുറത്ത് നിങ്ങൾ കാണിക്കുന്നുണ്ട്, എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്ട്രെസ് ഉണ്ടാവും നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും, എന്ത് കോൺഫ്ലിക്ട്സിലും, എന്ത് സിറ്റുവേഷനിലും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ കൂടെ നിൽക്കാനും ഒക്കെ നിങ്ങൾ ചെന്ന് മറ്റുള്ളവരെ സഹായിച്ചും മറ്റുമൊക്കെ കൂടെ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തളർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ റിലാക്സ്, കാം ഡൗൺ. നിങ്ങൾ റിലാക്സ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. കുറച്ച് സെൽഫ് കെയർ എടുക്കുക. കുറച്ച് റിലാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, ഇപ്പോൾ നിങ്ങൾ നല്ലൊരു രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പായിൽ പോവുക. ഈ മിഡ് മന്ത്, അതായത് നിങ്ങളിതിപ്പോൾ കേൾക്കുന്ന സമയം നിങ്ങൾ ഈ ഒരു മിഡ് മന്തിലാണെങ്കിലും അല്ലെങ്കിൽ തുടക്കത്തിലാണെങ്കിലും ഒരു മാസത്തിന്റെ അല്ലെങ്കിൽ മാസ അവസാനത്തിലാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നുണ്ട്, നിങ്ങളുടെ സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് കേൾക്കുന്ന വീക്കെൻഡിലോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ദിവസം എപ്പോഴാണോ അന്ന് പറ്റുമെങ്കിലും നിങ്ങളൊരു സ്പാ പോവുക, അല്ലെങ്കിൽ നിങ്ങളൊരു പെഡിക്യൂർ, മാനിക്യൂർ, നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴാണോ റിലാക്സ്ഡ് ആവുക, അല്ലെങ്കിൽ ഒരു ഹെയർ മസാജ്, ഒരു ഹെഡ് മസാജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റി, ഒരു നല്ല റിലാക്സ്ഡ് ഫീൽ കിട്ടുന്നുണ്ട്. അതല്ല നിങ്ങൾ എന്ത് കാര്യത്തിന് സമയം ചെലവഴിക്കുമ്പോഴാണ് റിലാക്സ്ഡ് ഫീൽ ചെയ്യുന്നത്? ചിലപ്പോൾ കലാപരമായിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പോൾ കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഗാർഡനിങ് ആയിരിക്കും. അപ്പോൾ ഇത് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് സന്തോഷം തരുന്ന, റിലാക്സ് ആവാൻ ഫീൽ ചെയ്യുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ വീക്കെൻഡിലെങ്കിലും ഈ കേട്ടിട്ട് വരുന്ന വീക്കെൻഡിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ പറയാനുള്ളത് മാറ്റി വയ്ക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും മാറ്റി വയ്ക്കാറുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എപ്പോഴും മുമ്പിലായിരിക്കും. അവരോട് റിലാക്സ് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടാവും, നിങ്ങളത് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടിയിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്പർ 2 സംബന്ധിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്പർ 3 ആണെങ്കിൽ, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് നമ്പർ 3 ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഹീലിങ്ങിന്റെ സമയമാണ് ഇപ്പോൾ. നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുക. നിങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള ലൈഫിലുള്ള ഡെയിലി ചാലഞ്ചസിനെ അതിജീവിച്ച് നിങ്ങൾ മടുത്തു, അല്ലെങ്കിൽ ജീവിതം
കീഴ്മേൽ മറിക്കുന്ന ലൈഫിലൊരു ബാലൻസ് ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ്സ് ഈസി ടു ഗെറ്റ് കോട്ട് ഇൻ ദിസ്. ആ ഒരു ഡെയിലി ഇതിൽ കോട്ടപ്പായി പോകാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. അതായത് പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഒരു ഡിവൈൻ ആ ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്നേഹവും ദൈവികമായിട്ടുള്ള ആ ഒരു അനുഗ്രഹവും കൊണ്ടിട്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യു ആർ പെർഫെക്റ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ അതിനർത്ഥം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നെ കൊണ്ട്. അതായത് ചില ആളുകൾ അമിതമായിട്ടുള്ള ഒരു പെർഫെക്ഷൻ നോക്കുന്നുണ്ട്, ഓവർ പെർഫെക്ഷൻ. അത് വിട്ടുകളയുക. എല്ലാം ഒന്നും 100% മാർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫിസിക്കൽ ബോഡി ആണെങ്കിലും മാനസികമായിട്ടുള്ള എന്താണെങ്കിലും റിലാക്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുക. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ട്രൂ ഹീലിങ്ങിന് പറ്റിയ സമയമാണ്. നിങ്ങളുടെ പറ്റുമെങ്കിൽ ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യാം, ഹെൽത്ത് വൈസ് ഉള്ള കാര്യം ഫിസിക്കൽ ബോഡിയിൽ. അതേപോലെ മൈൻഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് റിഫ്രഷ് ആവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ റിലാക്സ്ഡ് ആവുന്ന കാര്യം, മൈൻഡ് റിലാക്സ്ഡ് ആവുന്ന കാര്യങ്ങൾ ചെയ്യാം. മ്യൂസിക് കേൾക്കാം. അത് നിങ്ങളെ ഹീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളെ സോള് നർച്ചർ ചെയ്യുന്ന ഒരു കാര്യം മ്യൂസിക് ആണ്. ഒന്ന് പാട്ടുകൾ, സംഗീതം, എല്ലാ തരത്തിലും സംഗീതം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഗീതമായിരിക്കും. ചിലപ്പോൾ അവരുടെ സ്റ്റൈല് വ്യത്യാസമായിരിക്കും, അവരുടെ രീതികൾ വ്യത്യാസമായിരിക്കും. ഇവിടെ മെലഡീസ് ആണ്. കാരണം നിങ്ങൾ റിലാക്സ്ഡ് മോഡിലേക്കാണ് പോകേണ്ടത്. ഹീലിംഗ് ആണ് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ മ്യൂസിക്കിന് വളരെയധികം പവർ ഉണ്ട്. ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. പാട്ടിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പ്രപഞ്ചശക്തിയിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെത്തിക്കുന്നതാവാം. അപ്പോൾ ഒന്ന് ഭക്തിഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഭക്തിഗാനങ്ങൾ കേൾക്കുക, പാടാൻ ഇഷ്ടപ്പെടുന്നവർ പാടുക. സാഡ് സോങ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ സാഡ് സോങ്സ് കേൾക്കാം, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു മൂഡിലിരിക്കുമ്പോൾ ഒന്നും കൂടി അതിലേക്ക് പോവുക. അതായത് പ്ലസന്റ് ആയിട്ടുള്ള പാട്ടുകൾ, മെലഡീസ് കേൾക്കാൻ ശ്രമിക്കുക. വലിയ രീതിയിൽ ബീറ്റ് ഇല്ലാത്ത പാട്ടുകൾ. കാരണം മ്യൂസിക്കിന്റെ ടോൺസ് നിങ്ങളുടെ സെൽസിനെ വൈബ്രേറ്റ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൊനേഷൻസ് നല്ല രീതിയിൽ നിങ്ങളെ ഹീൽ ചെയ്യാൻ, നിങ്ങളുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് കേൾക്കുക. ഒരു സ്ട്രോങ്ങർ കണക്ഷൻ നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് വരാനായിട്ട് ഇത് സൂചിപ്പിക്കുക. ആ ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുക. ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു സ്പിരിച്വൽ കണക്ഷൻ ആ ഒരു പാട്ടും അല്ലെങ്കിൽ ആ ഒരു സംഗീതവും ആ സംഗീതം കേൾക്കുന്ന വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. മ്യൂസിക്കിന് നമ്മളെ സുഖപ്പെടുത്താനുള്ള, സൂത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ നിങ്ങളെ സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കാം. അതേപോലെ മെഡിറ്റേഷൻ ചെയ്യാം. ഇപ്പോൾ ചില ആളുകൾ പറയാണ്ട് കോൺസെൻട്രേഷൻ ലഭിക്കാറില്ല എന്നുള്ളത്. അത് നിങ്ങൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, പല ആളുകൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറലി എന്താ ആദ്യം മനസ്സിൽ വരിക? തീർച്ചയായിട്ടും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് പത്മാസനത്തിൽ ഇരുന്നു കൊണ്ടിട്ട് ഓം എന്നുള്ള മന്ത്രം ജപിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് മാത്രമല്ല, വോക്കിംഗ് മെഡിറ്റേഷൻ, സിംഗിങ് മെഡിറ്റേഷൻ, ഡാൻസിങ് മെഡിറ്റേഷൻ, എല്ലാം പലതരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. വാട്ടർ മെഡിറ്റേഷൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മെഡിറ്റേഷൻ എന്താണ്? അതായത് എവിടെയെങ്കിലും അപ്പോൾ മെഡിറ്റേഷൻ ഏത് തരത്തിൽപ്പെട്ടതായാലും ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ടാവാം. ഗ്രൂപ്പായിട്ട് പലപ്പോഴും ചെയ്യുന്നത് പഠിക്കുന്ന സമയത്തോ ട്രെയിനിങ്ങിന്റെ സമയത്താണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ അത് നിങ്ങൾ മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കുക. ഒറ്റയ്ക്ക് യാത്ര പോകും, ഒറ്റയ്ക്ക് നേച്ചറിലേക്ക്. യാത്ര എന്ന് പറയുമ്പോൾ നേച്ചറാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റയ്ക്ക് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങളും ആ ഒരു പ്രപഞ്ചശക്തിയായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. നമ്പർ 3. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു ഫോർ വാച്ചിങ്.